കൊച്ചേട്ടൻ്റെ കത്ത്. എന്നെ ഒന്ന് പ്രചോദിപ്പിക്കാമോ? സ്നേഹമുള്ള ഡീസൽ കൂട്ടുകാരെ, അതിലൊരു IT കമ്പനി ഉദ്യോഗസ്ഥനായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന മോട്ടിവേഷൻ ക്ലാസുകൾ കേൾക്കുകയാണ് അയാളുടെ ഇഷ്ട ഹോബി. പ്രചോദനാത്മകമായ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അയാൾക്ക് പ്രചോദനാകും. എല്ലാ കാര്യങ്ങളിലും ആവശ്യത്തോടെ ചെയ്യും. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാൻ പ്രസംഗങ്ങൾ പറയുമ്പോൾ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാൻ അയാൾക്ക് തോന്നും. സ്വന്തം കുറവുകൾ അംഗീകരിക്കാൻ മോട്ടിവേഷൻ സ്പീക്കർ ആവശ്യപ്പെടുമ്പോൾ അയാൾക്ക് സ്വന്തം കുറവുകൾ വലിയ പ്രശ്നമായി തോന്നില്ല. കുറെ നേരത്തേക്ക് അയാൾ സന്തോഷവാനായിരിക്കും. മനുഷ്യന് അത്ഭുതത്തെ ദൈവം എത്ര വിസ്മയകരമായാണ് സൃഷ്ടിച്ചതെന്നും തന്നിൽ ഇത്രയേറെ കഴിവുകൾ തന്നെ ദൈവം എത്ര നല്ലവനാണെന്നും അയാൾ നിർത്താതെ കൂട്ടുകാരോട് പ്രസംഗിക്കും. എന്നാൽ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അയാളുടെ ചാർജ് തീരും. അയാൾക്ക് മടുപ്പാകും. പ്രചോദനം കുറയുമ്പോൾ അയാൾക്ക് മനസ്സ് തളർന്ന് ഉന്മേഷം നഷ്ടപ്പെടാനാകും. ഒരു ദിവസം അയാൾ തന്റെ 4-5 കൂട്ടുകാരെ വിളിച്ചു കൂട്ടി. അവരോട് തന്റെ മാനസിക സംഘർഷങ്ങളെ പങ്കുവച്ചു. താൻ വല്ലാത്ത മടുത്തു എന്നും ഈ ജോലി മാത്രമല്ല, ഈ മുരിഞ്ഞ ജീവിതം തുടരാൻ താല്പര്യമില്ലെന്നും അയാൾ പറഞ്ഞു. തന്റെ കൂട്ടുകാരോട് തന്നെ ഒന്ന് പ്രചോദിപ്പിക്കാൻ അയാൾ അപേക്ഷിച്ചു. എന്നെ വീണ്ടും പ്രചോദിപ്പിക്കുകയും എന്ന് അയാൾ കൊഞ്ചിക്കൊണ്ടേയിരുന്നു. ഉടനെ തന്നെ അയാളുടെ കൂട്ടുകാർ എല്ലാവരും കൂടി അതുൽ മാന്യനാണ്, മിടുക്കനാണ്, മഹാനാണ് തുടങ്ങിയ അയാളുടെ നിരവധി നന്മകൾ പറയാൻ തുടങ്ങി. അയാൾക്ക് സന്തോഷമായി. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അതുൽ, ഈ മനോഭാവം മാറ്റണം. നിങ്ങൾക്ക് എന്തിനാണ് എപ്പോഴും മറ്റുള്ളവരെ പ്രശംസകളെയും പ്രചോദനങ്ങളെയും കൊതിക്കുന്നത്? ഇത് നല്ല ശീലമല്ല. കാരണം എപ്പോഴും നമ്മളെ ചുറ്റും പ്രചോദിപ്പിക്കാൻ ആരും ഉണ്ടാവണമെന്നില്ല. പരിഹാരം ഒന്നേയുള്ളൂ: സ്വയം പ്രചോദിപ്പിക്കുക. ആരും പ്രചോദിപ്പിക്കാത്തതുകൊണ്ട് താനൊന്നും ചെയ്യില്ല എന്ന് പറയുന്നവർ വിഡ്ഢികളാണ്. കാരണം നന്നാകണമെന്നും വിജയിക്കണമെന്നും മറ്റുള്ള അത്യാവശ്യമല്ല, നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. കൂട്ടുകാരെ, നമ്മളിൽ പലരും ഇങ്ങനെയല്ലേ? അമ്മയും അച്ഛനും ഒക്കെ നിരന്തരം പഠിക്കൂ എന്നും വായിക്കൂ എന്നും കൈകാല് പിടിച്ചു പറയുമ്പോഴാണ് നമ്മളിൽ പലരും ശരിയായി നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് താൻ അല്പം പഠിച്ചേക്കാം എന്ന മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നത്. നമുക്ക് വേണ്ടത് സ്വയം പ്രചോദിപ്പിക്കാനുള്ള കഴിവാണ്. അതിന് സ്വയം അറിയുകയാണ് ആദ്യപടി. സ്വന്തം കഴിവുകളെയും കുറവുകളെയും കൃത്യമായി മനസ്സിലാക്കുക. തിരുത്താനുള്ള തിരുത്തുക. മെച്ചപ്പെടുത്താമെങ്കിൽ പരിശ്രമത്തിലൂടെ കൂടുതൽ മികവിലേറുക. എത്ര വിശ്രമിച്ചാലും മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിൽ തനിമയായി അംഗീകരിക്കുക. നമ്മുടെ ജീവിത വിജയം നമ്മുടെ മാത്രം ആവശ്യമാണ്. മറ്റുള്ളവരുടെ പ്രചോദനം കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാനാവില്ല. മറ്റുള്ളവർ എപ്പോഴും പ്രചോദിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട. സ്വയം പ്രചോദിപ്പിച്ച് ഓരോ സാഹചര്യത്തെയും അതിജീവിച്ചിട്ടുള്ളവരാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനാൽ ആവശ്യത്തോടെ നമുക്ക് ജീവിതത്തെ ആശ്ലേഷിക്കാം. ആഹ്ലാദത്തോടെ അധ്വാനം ചെയ്യാം. അധ്വാനിച്ച് വിജയിക്കാം. പരാജയത്തെയും വിജയമാക്കി അംഗീകരിക്കാം. സസ്നേഹം, സ്വന്തം കൊച്ചേട്ടൻ.